Hi all, welcome back to my channel. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ക്ലാസ് 12ലെ ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി പരാബോള y സ്ക്വയർ ഈക്വൽ ടു 4ax ബൗണ്ടഡ് ബൈ ഇറ്റ്സ് ലാറ്റസ്റ്റ് റെക്ടം. ഓക്കെ, അപ്പോൾ നമുക്ക് y സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ഒരു പരാബോളയുടെ ഇക്വേഷൻ ആണ്. നമുക്ക് ഏരിയ കണ്ടുപിടിക്കേണ്ടത് എന്താ? ആ പരാബോളനെ അതിൻ്റെ ലാറ്റസ്റ്റ് റെക്ടം വെച്ച് കവർ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ബൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ വരുന്ന റീജിയൻ്റെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫിഗർ ആദ്യം ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ y ആക്സിസ്, ഇത് x ആക്സിസ്. ഓക്കെ, അപ്പോൾ y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പരാബോള എങ്ങനെ വരും? ഇതിങ്ങനെ ആയിരിക്കും വരുന്നത്. ഇതാണ് നമ്മളുടെ y സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറയുന്നത് നമ്മുടെ പരാബോള. അപ്പോൾ ഇതിലെ ലാറ്റസ്റ്റ് റെക്ടം ഇതിനെ ബൗണ്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഇവിടെ ഒരു x ഇസ് ഈക്വൽ ടു a എന്ന് പറയുന്ന ഒരു പോയിന്റിലൂടെ ആയിരിക്കും ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ലാറ്റസ്റ്റ് റെക്ടം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഇതിനകത്ത് ഈ റീജിയനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തില്ലേ? ഇതൊരു പാർട്ട്, ഇതൊരു പാർട്ട്. അപ്പോൾ ഇതിൻ്റെ ഏരിയയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ കർവിൻ്റെ ഇക്വേഷൻ, അതായത് നമുക്ക് ഇത് മൊത്തത്തിൽ പരാബോളയുടെ ഇക്വേഷൻ ആണ് y സ്ക്വയർ ഈക്വൽ ടു 4ax. ഈ കർവിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ഇതിൽ നിന്ന് y-ക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ y-ക്ക് ഒരു വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം ഈ റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അതിനെ ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ കംപ്ലീറ്റ് ഏരിയ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഈ റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അതിനെ നമ്മൾ ഇൻറ്റു 2 ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ? ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഈ ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതാം. എന്താണ്? y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax. y സ്ക്വയർ ഈക്വൽ ടു 4ax. ഇതിൽ നിന്നാണ് നമ്മൾ y-ക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? ഈ 4axൻ്റെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ y ഇസ് ഈക്വൽ ടു 4ൻ്റെ റൂട്ട് എന്താ? 2. എനും എക്സിനും റൂട്ടില്ല, അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ എഴുതും? റൂട്ട് a ഇൻറ്റു റൂട്ട് എക്സ് എന്ന് എഴുതും. അപ്പോൾ നമുക്ക് y-ക്ക് ഒരു ഇക്വേഷൻ കിട്ടി. എന്താണ്? റൂട്ട് a ഇൻറ്റു റൂട്ട് എക്സ്. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ റിക്വയർഡ് ഏരിയ ഇസ് ഈക്വൽ ടു ഈക്വൽ ടു എന്താ വരുന്നത്? 2 ഇൻറ്റു ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ. 2 ഇൻറ്റു ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ. ഓക്കെ അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? 2 ഇൻറ്റു ഇൻറ്റഗ്രൽ. അപ്പം നമ്മുടെ ലിമിറ്റ് എന്തായിരിക്കും വരുന്നത്? ഇത് a എന്ന് പറയുന്ന പോയിന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ 0 മുതൽ a വരെ ഉള്ളതാണ് നമ്മളുടെ എന്ത് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റഗ്രൽ 0 ടു a y dx എന്ന് വരും. ഇൻറ്റഗ്രൽ 0 ടു a y dx. അപ്പോൾ y-ക്ക് ഒരു വാല്യൂ നമ്മളിത് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 2 ഇൻറ്റു റൂട്ട് a ഇൻറ്റു റൂട്ട് എക്സ്. അത് നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു a 2 ഇൻറ്റു റൂട്ട് a ഇൻറ്റു റൂട്ട് എക്സ് ഡി എക്സ്. ഓക്കെ അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിന് നമുക്ക് ഇൻറ്റഗ്രലിൻ്റെ വെളിയിലേക്ക് എടുക്കാം. അപ്പോൾ 2 ഇൻറ്റു റൂട്ട് ഞാൻ വെളിയിലേക്ക് എടുത്തു. ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു a. ഈ റൂട്ട് എക്സിനെ ഞാൻ എക്സ് റേസ് ടു 1/2 എന്ന് എഴുതുവാണേ. അപ്പോൾ റൂട്ട് എക്സിനെ ഞാൻ എക്സ് റേസ് ടു 1/2 dx എന്ന് എഴുതി. ഇനി നമുക്ക് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? 2 ഇൻറ്റു 2 4. അപ്പോൾ 4 റൂട്ട് എന്നാവും ഇത്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 4 റൂട്ട് a ഇൻറ്റു എക്സ് റേസ് ടു 1/2ൻ്റെ ഇൻറ്റഗ്രൽ എന്താ? എക്സ് റേസ് ടു 3/2/3/2. ഇൻറ്റഗ്രൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തിട്ട് കൊടുക്കണം? നമ്മുടെ ലിമിറ്റ് ഇട്ട് കൊടുക്കണം. 0 ടു a. അടുത്ത സ്റ്റെപ്പ് എന്താണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റിൽ. അതിന് മുന്നേ ഈ 3/2 നമുക്ക് ഇതിൻ്റെ വെളിയിലേക്ക് എടുക്കാം. അപ്പോൾ എന്ത് വരും? 4 ഇൻറ്റു റൂട്ട് a ഇൻറ്റു 3/2 വെളിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ ആകും. അത് 2/3 ആയിട്ട് മാറും. ഓക്കെ, ഇൻറ്റു എക്സ് റേസ് ടു 3/2 ഇൻറ്റു ലിമിറ്റ് എന്ത് വരും? 0 ടു a. ഓക്കെ അല്ലേ? 4 ഇൻറ്റു 2 8. അപ്പോൾ 8/3 റൂട്ട് a എന്നായിട്ടത് മാറും അല്ലേ? 8/3 റൂട്ട് a എന്നായിട്ടത് മാറി. ഓക്കെ, ഇനി നമുക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കാം. എക്സിന് അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? a റേസ് ടു 3/2 അല്ലേ? അപ്പോൾ a റേസ് ടു 3/2 മൈനസ് എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ അത് 0 ആയിട്ട് മാറും. a റേസ് ടു 3/2 മൈനസ് 0 എന്താ? a റേസ് ടു 3/2 തന്നെ. വിച്ച് ഇസ് ഈക്വൽ ടു 8/3 ഇൻറ്റു ഞാൻ ഈ റൂട്ട് എനെ ഞാനിവിടെ a റേസ് ടു 1/2 എന്ന് എഴുതാൻ പോവാം. അപ്പോൾ a റേസ് ടു 1/2 ഇൻറ്റു a റേസ് ടു 3/2 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു 8/3 ഇൻറ്റു ഇത് a റേസ് ടു m ഇൻറ്റു a റേസ് ടു n ഫോർമാറ്റിലല്ലേ കിടക്കുന്നത്? അത് നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടാണ് എന്ത്? a റേസ് ടു m ഇൻറ്റു a റേസ് ടു n എന്ന് വന്നാൽ അതിന് എന്ത് ചെയ്യണം? പവറുകളെ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാം. a റേസ് ടു m പ്ലസ് n. അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? a റേസ് ടു 1/2 പ്ലസ് 3/2 എന്ന് വരും അല്ലേ? അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിനെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായിരിക്കും വരുന്നത്? 8/3 ഇൻറ്റു a റേസ് ടു 8/3 ഇൻറ്റു a റേസ് ടു ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ 4/2 എന്ന് വരും അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു 8/3 ഇൻറ്റു 4/2 എന്ന് പറയുന്നത് എന്താ? a സ്ക്വയർ.
ഇതായിരിക്കും നമ്മളുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓക്കെ ആണോ? അതായത് അതിൻ്റെ ലാറ്റസ്റ്റ് റെക്റ്റം പരാബോളേനെ അതിൻ്റെ ലാറ്റസ്റ്റ് റെക്റ്റം വെച്ച് ബൗണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ഈ പോർഷൻ്റെ ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. എന്താ 8/3 ഇൻറ്റു a² എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമല്ലേ? ഈ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ അത്രയും ടഫില്ല. കാരണം നമ്മുടെ ലോവർ ലിമിറ്റ് നമുക്ക് 0 ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ പാടില്ല. അപ്പർ ലിമിറ്റ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടെ ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം ഇതാണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദി കർവ് y² = 4x ആൻഡ് ദി ലൈൻ x = 3. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലത്തെ തന്നെ പ്രോബ്ലമാണിത്. ഇവിടെ നമുക്ക് കർവ് y² = 4x എന്നാണ് തന്നിരിക്കുന്നത്. എന്ത് തന്നെയാണ് അത്? പരാബോള തന്നെയാണ്. ആൻഡ് ദി ലൈൻ x = 3 എന്ന് പറയുന്നത് തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ലാറ്റസ്റ്റ് റെക്റ്റം എന്ന് പറഞ്ഞില്ലേ, ആ സെയിം സാധനം തന്നെ, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കർവ് നമുക്ക് തന്നിട്ടുണ്ട് y² = 4x. അപ്പോൾ നമുക്ക് എന്താ, നമുക്ക് ആ ഫിഗർ ഒന്ന് വരച്ച് നോക്കാം അല്ലേ? അപ്പോൾ ഫിഗർ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇതാണ് നമ്മളുടെ y² = 4x എന്ന് പറയുന്ന പരാബോള. ഓക്കെ, ഇപ്പുറത്തോട്ട് പോകരുത് കേട്ടോ. ഓക്കെ, കളർ ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി x = 3 എന്ന് പറയുന്ന ലൈൻ ഇതിനെ കട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ദേ ഇതും ഉൾപ്പെടുന്ന ഈ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്കിത് ഈ റീജിയൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ കംപ്ലീറ്റ് റീജിയൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടം മുതൽ ഇവിടം വരെയുള്ള കർവിൻ്റെ ഇക്വേഷൻ നമുക്ക് വേണ്ടേ? അപ്പോൾ y² = 4x നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? y-ക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കണം. ഇനി നമ്മുടെ ലിമിറ്റ് എവിടം തൊട്ട് എവിടം വരെ വരും? 0 to 3 വരെ ആയിരിക്കും നമ്മളുടെ ലിമിറ്റ് വരണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ചെയ്താലോ? അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? y² = 4x ആണ് നമ്മളുടെ ഇക്വേഷൻ. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? y-ക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡിലും നമ്മൾ റൂട്ട് എടുത്താൽ മതി അല്ലേ? അപ്പോൾ y = എന്താ? √4x എന്ന് വരും. ഓക്കെ, അപ്പോൾ y = 4ൻ്റെ റൂട്ട് നമുക്കറിയാം 2, x-ൻ്റെ റൂട്ട് എന്ത് വരും? √x. അപ്പോൾ നമ്മൾ y-ക്ക് ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് നമ്മളുടെ റിക്വയർഡ് ഏരിയ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇൻറ്റു ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ അല്ലേ? അതായത് ഈ ഏരിയയുടെ ഈ പോർഷൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് റിക്വയർഡ് ഏരിയ കിട്ടുന്നത്. അപ്പം നമുക്കതൊന്ന് എഴുതാം. റിക്വയർഡ് ഏരിയ ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ. 2 ഇൻറ്റു ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും വരുന്നത്? 2 ഇൻറ്റു ഇൻ്റഗ്രൽ, നമ്മുടെ ലിമിറ്റ് നേരത്തെ പറഞ്ഞു 0 മുതൽ 3 വരെയാണ് y dx. അപ്പോൾ വൈക്കൊരു വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? ഇൻ്റഗ്രൽ 0 to 3. വൈയുടെ വാല്യൂ എന്താ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചത്? 2√x. അപ്പോൾ നമുക്കത് അവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 2√x dx എന്ന് വന്നു. ഇതിൽ ഈ 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ലേ? അതിനെ നമുക്ക് ഇൻ്റഗ്രലിൻ്റെ വെളിയിലോട്ട് എടുക്കുമ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 3 ഈ √x-നെ x⁻² dx എന്ന് നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കാമല്ലോ. 2 ഇൻറ്റു 2 എത്രയാ? 4 ഇൻറ്റു x⁻²ൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും? x⁻³ എന്ന് വരും അല്ലേ? x⁻³ ഇൻ്റഗ്രൽ എടുത്തതിന് ശേഷം നമ്മുടെ ലിമിറ്റ് എഴുതണം 0 to 3. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഇത് ഈ 3/2നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് വരും? = 4 ഇൻറ്റു അതെന്തായിട്ട് മാറും? 2/3 ആയിട്ട് മാറും. ഓക്കെ അല്ലേ? ഇൻറ്റു x⁻³ നമ്മുടെ ലിമിറ്റ് എവിടം തൊട്ട് എവിടം വരെയാ? 0 to 3 വരെ. = 4 ഇൻറ്റു 2 8/3 ഇൻറ്റു, ഇനി നമുക്ക് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. എക്സിന് ആദ്യം അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 3 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും 3/3 മൈനസ് എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്താകും? 0 ആയിട്ടത് വരും. ഇത്ര ഓക്കെ ആണോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഇനി നമുക്കിതിനെ 8/3 ഇൻറ്റു എന്ത് വന്നു? 3/3 എന്ന് വന്നു. ഓക്കെ, 3/3 മൈനസ് 0 എന്ന് പറയുന്നത് എന്താ? 3/3 തന്നെ. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 3നെ ഞാൻ √3² എന്ന് എഴുതുക അല്ലേ? 3നെ നമുക്ക് എങ്ങനെ എഴുതാം? √3² 3/2. ഓക്കെ, അതിൽ ഈ 2ഉം ക്യാൻസലായി പോകും. ഈ ഒരു ഫോർമുല a⁻m എന്ന് പറയുമ്പോൾ എന്താ? a⁻m × n ആയിട്ട് നമുക്കത് ചെയ്യാം. അപ്പോൾ ഈ 2ഉം ഈ 3/2ഉം കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2ഉം ഈ 2ഉം ക്യാൻസലായി പോലെ അതനുസരിച്ചാണ് ഇത് രണ്ടും ക്യാൻസലാക്കിയത്. ഓക്കെ, അപ്പോൾ ബാക്കി എന്താ വരുന്നത്? =
8/3 ഇൻറ്റു √3 ദ ഹോൾ ക്യൂബ് എന്ന് വന്നു. ഓക്കെ, ഈ √3 ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ എന്നല്ലേ? അതായത് √3 ഇൻറ്റു √3 ഇൻറ്റു √3. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 8/3 ഇൻറ്റു √3 ഇൻറ്റു √3 എന്താ? 3. പിന്നെ ഈ √3 അതുപോലെ തന്നെ എഴുതുക. ഈ 3യും ഈ 3യും ക്യാൻസൽ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 8√3 എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ ആ എൻറ്റയർ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഈ 3യെ √3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്ന ആ ഒരു സ്റ്റെപ്പ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും തന്നെ ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്